നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ വിട്ട ഇനീഗോ മാർട്ടിനസ് അൽ നസറിനായിട്ട് അരങ്ങേറ്റ മത്സരവും കളിച്ചു. ഇന്നലെ ജോൻ ക്യാമ്പർ ട്രോഫിക്ക് ശേഷം ഇനീഗോ മാർട്ടിനസിനെ കുറിച്ച് ഹൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഐ ലവ് ഇനീഗോ. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മുടെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അവൻ. അവന് ടീമിന് വേണ്ടി, ക്ലബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കുന്നവനാണ്. അവൻ്റെ പെർഫോമൻസ് അത്തരത്തിലുള്ളതായിരുന്നു. സോ ഇപ്പം അവന് ഇവിടെ നിന്ന് പോകുന്നു. ഇതാണ് ഫുട്ബോൾ, ഇതാണ് ജീവിതം. ഞാൻ ഡെക്കോയോട് അദ്ദേഹത്തെ കാണുമ്പോൾ സംസാരിക്കും ഇനിയൊരു സൈനിങ്ങിൻ്റെ കാര്യത്തിൽ, ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഒരു സെൻറ്റർ ബാക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. ലാപ്പോട്ട കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനീഗോ ഫ്രീ ട്രാൻസ്ഫറിലാണ് നമ്മുടെ ടീമിലേക്ക് വന്നത്. നേരത്തെ അവനുമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവനെ ഒഴിവാക്കുമ്പോൾ സാലറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയാണ്. പിന്നെ ഇനീഗോ മാർട്ടിനസിന് വേണമെങ്കിൽ ഒരു സീസൺ കൂടി ഇവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ അവന് 34 വയസ്സായി. ഇത്തരത്തിലുള്ളൊരു അവസരം ഇനി വരില്ല. അതെപ്പോഴും വരുന്നതല്ല. കരിയറിൽ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ മൂവ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ 5 സെൻറ്റർ ബാക്കുമാരുണ്ട്. തീർച്ചയായിട്ടും ഒരാൾ ഇവിടം വിട്ട് പോവേണ്ടതുണ്ടായിരുന്നു. സർക്കംസ്റ്റാൻസസ് ഇനീഗോക്ക് അനുകൂലമായി വന്നു. അവൻ പോയി. അത്രയേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ലാപ്പോർട്ട പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.